ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈവനിങ് സ്നാക്സിൻ്റെ ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടായാലും മതി, ബ്രെഡും പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2 ഭാഗം ബ്രെഡിൻ്റെത് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നുമില്ലാതാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പീനട്ട് ബട്ടറാണ്. അപ്പം ഞാൻ പീനട്ട് ബട്ടർ 2 ബട്ടറിൻ്റെ മുകളിലും തേച്ചിട്ട് അത് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 1.5 ഗ്ലാസോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ബ്രെഡ് രണ്ടും നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം ആ ബ്രെഡിലേക്ക്, അതായത് പാൽ വലിച്ചെടുക്കുന്ന രീതിയിൽ കുറച്ച് നേരം വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ഭാഗവും മറിച്ചിട്ടിട്ട് നമ്മൾ ഈ പാല് മാക്സിമം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ മിൽക്ക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേനാണെങ്കിലും ഇതിന് മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ഫ്രം സിനു ഷംസി.